ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം? അപ്പോൾ നോമ്പിന് അത്താഴത്തിന് ഞാൻ കഴിച്ചത് ഈ ചിക്കൻ ചപ്പാത്തി റോളാണ്. ഇത് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഷവർമ്മ നിന്ന ഫീലിൽ അങ്ങനെ അത്താഴം കഴിച്ചു. അപ്പോൾ എൻ്റെ ഉമ്മ ഇതിന്ന് ട്രൈ ആക്കിന്. അപ്പോൾ ഉമ്മ പറഞ്ഞു നോമ്പ് തുറക്കും ഇതന്നെ ആക്കിയാൽ മതിയെന്ന്. അങ്ങനെ നോമ്പ് തുറക്കും ഈ സെയിം ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടണ്ടാന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല ഇന്നലെ ഞാൻ നടന്നിട്ടില്ല, വർക്കൗട്ട് ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇന്നലെ ആകെ ഒരു 3000 സ്റ്റെപ്സാണ് ഞാൻ നടന്നത്. പിന്നെ അത്താഴത്തിന് ഈ സെയിം ചിക്കൻ ചപ്പാത്തി റോള് രണ്ടെണ്ണം കഴിച്ചു. പിന്നെ കുറച്ച് പൈനാപ്പിള്, പിന്നെ കഴിച്ചത് ഒരു ഈത്തപ്പഴം, പിന്നെ പിന്നെന്താ ഇപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഇറച്ചിക്കറിയും ഇങ്ങനെയാണ് ഇന്നലെ കഴിച്ചത്. അപ്പോൾ എൻ്റെ വെയിറ്റ് വരുന്നത് 64.90 കിലോ ആണ്. പക്ഷേ എന്തായാലും നാളെ ഇപ്പോൾ ഒരു വെയിറ്റ് കൂടുതൽ കാണിക്കും. കാരണം രാത്രിയാണല്ലോ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെയിറ്റ് കൂടുതൽ എന്തായാലും കാണിക്കും. പക്ഷേ അത് ടെൻഷൻ ആവാനില്ല. അതൊരു വാട്ടർ വെയിറ്റാണ്. ആ ദിവസം തന്നെ, അതായത് ഇന്ന് തന്നെ ആ വെയിറ്റ് കുറഞ്ഞോളും. അതുകൊണ്ട് അതെനിക്ക് പേടിക്കാനില്ല. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ വെയിറ്റ് ലോസിലാണ് നിങ്ങളുള്ളത്. അത് മുറുകെ പിടിക്കാൻ, അഥവാ കയ്യിൽ നിന്ന് നിങ്ങളെ ഡയറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട. ഈ വെയിറ്റ് കൂടിയെങ്കിൽ തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവണ്ട. അത് ഈ ഒരു ദിവസം പിടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ കൂടുതൽ വെയിറ്റ് കുറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയെന്ന് വെച്ചിട്ട് എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ ഡയറ്റ് കളയാതിരിക്കുക. അത്രമാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ്. നിങ്ങളെ കയ്യിൽ നിന്ന് പോയോ അല്ലെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്ത് വെച്ചോ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റും കൂടി പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. എൻ്റെ കൂടെ ആരെല്ലാം ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.